Good morning. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു നിർത്തിയത്? ഓവർവ്യൂ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത് അല്ലെ? എവിടെ വരെ എടുത്തു നിർത്തിയത്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് എടുക്കണം. പ്രിവാലൻസ് തുടങ്ങണം. ഓക്കെ, ഇത്രയും വരെയും ക്ലിയർ ആണോ? എടുത്തു നിർത്തിയത് വരെയും ഓക്കെ ആണോ എല്ലാവർക്കും? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? രോഗവ്യാപനം അല്ലെ? ആ ഒരു രോഗത്തിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിന്റെ റേറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രിവാലൻസിൽ പഠിക്കുന്നത്. അപ്പൊ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് അല്ലെങ്കിൽ പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ് നോക്കിയാൽ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. പ്രിവാലൻസ് refers to as prevalence rate is the proportion of persons in a population who are affected with a particular disease or attribute at a specified point in time or over a specified period. ഇവിടെ എന്താ പ്രിവാലൻസ് അല്ലെങ്കിൽ പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു അനുപാതമാണ് അല്ലെ? എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺസ്, ആളുകളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ അനുപാതം. എന്തിനെ കുറിച്ചുള്ള ഒരു അനുപാതമായിരിക്കാം അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ആയിരിക്കാം? ഇൻ എ പോപ്പുലേഷൻ
who are affected with a particular disease. അതായത് ഒരു സ്പെസിഫിക് പീരീഡിൽ ഒരു നിശ്ചിത കാലയളവിൽ, അപ്പൊ നമ്മൾ പറഞ്ഞു ഏതൊരു റേറ്റ് എടുക്കുമ്പോഴും അവിടെ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് പറയും അല്ലെ, ഒരു കൃത്യമായ ഒരു നിശ്ചിത കാലയളവ് പറഞ്ഞിട്ട് ആ കാലയളവിനുള്ളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളാണ് നമ്മൾ അവിടെ റേറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെയും ഒരു സ്പെസിഫിക് പീരീഡ് അല്ലെങ്കിൽ നിശ്ചിത കാലയളവില് ഒരു പോപ്പുലേഷനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ പോപ്പുലേഷനിലുള്ള വ്യക്തികൾക്ക് എത്ര പേർക്ക് ഒരു പർട്ടിക്കുലർ ഡിസീസ്, ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ ബാധിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു അനുപാതമാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരീഡില് അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവില് ഒരു പോപ്പുലേഷനെ കൺസിഡർ, ആദ്യം നമുക്കറിയാം ഒരു പോപ്പുലേഷനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലെ. അപ്പൊ ഒരു പോപ്പുലേഷൻ ഉണ്ട്, ഒരു നിശ്ചിത ടൈം പീരീഡും ഉണ്ട്, ഇത്രയും മനസ്സിലാക്കാം. ആ ഒരു നിശ്ചിത ടൈം പീരീഡില് ആ പോപ്പുലേഷനിലുള്ള എത്ര ആളുകൾക്ക് ഒരു പർട്ടിക്കുലർ ഡിസീസ് അല്ലെങ്കിൽ ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ അവരെ ബാധിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു അനുപാതമാണ് എന്തെന്ന് പറയുന്നത്, പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം, ഒത്തിരി എക്സാമ്പിളുകൾ പറയാം അല്ലെ. പല ഡിസീസുകളും നമ്മളെ ബാധിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ എടുക്കാം, ഡയബറ്റിക്സ്. ഡയബറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു പോപ്പുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ആ പോപ്പുലേഷന്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ ഒരു പോപ്പുലേഷനില് ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡില് എത്ര പേർക്ക് ഡയബറ്റിക്സ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേരെ അത് ബാധിച്ചിട്ടുണ്ട്, ആ ബാധിച്ച വ്യക്തികളുടെ അനുപാതമാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണെന്ന് പ്രിവാലൻസ് റേറ്റ് എന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്നുകൂടി പറയണോ? എന്താണ് അത് മനസ്സിലായാലേ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ മിസ്സിന്. ഒന്ന് റിപ്ലൈ ചെയ്തേ ക്ലിയർ ആണെങ്കിൽ ഓക്കെ, എങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒന്നുകൂടി പറയണമെങ്കിൽ പറഞ്ഞു തരാം. എന്താണ് പ്രിവാലൻസ്? ക്ലിയർ ആയോ? എന്താണ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാല് പറയണം. ഓക്കെ, പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കുക കേട്ടോ. അതായത് ഡയബറ്റിക്സ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ. ആ ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു രോഗം ബാധിച്ച ആളുകളുടെ എണ്ണം അല്ലെ. അപ്പൊ ഒരു പോപ്പുലേഷൻ എടുക്കുമ്പോ ആ പോപ്പുലേഷനില് ഒരു നിശ്ചിത കാലയളവില് ആ പോപ്പുലേഷനിലെ എത്ര വ്യക്തികൾക്ക് ഈ പറയുന്ന രോഗം ബാധിച്ചിട്ടുണ്ട്, ആ ബാധിച്ച വ്യക്തികളുടെ അനുപാതം അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ആണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. എത്ര പേർക്ക് ബാധിച്ചിട്ടുണ്ട്, ആ ബാധിച്ച ആളുകളുടെ എണ്ണം നമ്മളിവിടെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് പ്രിവാലൻസ് റേറ്റ് എടുക്കുക എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇപ്പോ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് എന്താണ് പ്രിവാലൻസ് റേറ്റ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ, ചോദിക്കാറുണ്ട്. Then prevalence is a measure of disease that let us determine a person's likelihood of having a disease. അതായത് ഇവിടെ പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ ഒരു രോഗത്തെ കുറിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ സാധിക്കും അല്ലെ. അതെന്താണ് അളക്കാൻ സാധിക്കുന്ന? ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് എത്ര പേർക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അളക്കാൻ പറ്റില്ലേ? And let us determine a person's likelihood of having a disease. ഇനി എത്ര പേർക്ക് ഈ രോഗം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് ഈ ഒരു പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നത് വഴി നിർണയിക്കാൻ സാധിക്കും. So the number of prevalent cases is the total number of cases of disease that exist in a population. ഒരു പ്രിവാലന്റ് കേസുകള് അല്ലെങ്കിൽ ഈ പറയുന്ന രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട നമ്പർ അങ്ങനെയുള്ള കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ശരിക്കും എന്ത് തന്നെയാണ്? ഒരു പോപ്പുലേഷനിൽ നിലനിൽക്കുന്ന കേസുകളുടെ ആകെ എണ്ണമാണ് അല്ലെ. ഒരു ഡയബറ്റിക്സ് ആയ പേഷ്യൻസിന്റെ ആകെ എണ്ണം തന്നെയല്ലേ പ്രിവാലൻസ് കേസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാലും.
അല്ലെ? അവിടെ എത്ര പേർക്ക് ആ ഒരു രോഗം ബാധിച്ചിട്ടുണ്ടോ അവരുടെ ടോട്ടൽ നമ്പർ, ആ കേസുകളുടെ ടോട്ടൽ നമ്പർ തന്നെയാണ്, മൊത്തത്തിലുള്ള എണ്ണം തന്നെയാണ് ശരിക്കും പ്രിവാലൻസ് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏത് രോഗത്തെയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്? ആ രോഗം ബാധിച്ചിട്ടുള്ള ആ പോപ്പുലേഷനിലെ ആളുകളെ മൊത്തം എണ്ണം തന്നെയാണ് പ്രിവാലന്റ് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് എന്താന്നുള്ളത് ക്ലിയർ കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? Okay, the next നോക്കിയേ, the prevalence is measured by dividing the number of persons with the disease or condition at a particular time point by the number of individuals examined. ഇനി ഇവിടെ നമ്മൾ ആ ഒരു ഫോർമുല അതുപോലെ തന്നെ അവിടെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഫോർമുല നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഫോർമുല എന്താണ്, അല്ലെങ്കിൽ പ്രിവാലൻസ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് ഇവിടെ പറയുന്നത്. പ്രിവാലൻസ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും? ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് വിത്ത് ദ ഡിസീസ് ഓർ കണ്ടീഷൻ. ഒരു പോപ്പുലേഷനിലെ എത്ര ആളുകൾക്കാണോ ആ ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥ ബാധിച്ചിരിക്കുന്നത് അവരുടെ ആകെ എണ്ണം. ക്ലിയർ ആവുന്നുണ്ടോ? ന്യൂമറേറ്ററിൽ കൊടുക്കേണ്ട കാര്യം പറയുന്നത് കേട്ടാ. നമ്പർ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസീസ് ഓർ കണ്ടീഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം പോയിന്റ്. ആ ഒരു നിശ്ചിത കാലയളവില് ആ പോപ്പുലേഷനിലെ എത്ര പേർക്കാണോ ആ ഒരു രോഗം ബാധിച്ചിരിക്കുന്നത് അവരുടെ ആകെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത്. ഡിവൈഡഡ് ബൈ, എന്താ വെച്ചാ ഡിവൈഡ് ചെയ്യേണ്ടത്? ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സാമിൻഡ്. ആ ഒരു പോപ്പുലേഷനില് നമ്മളൊരു 100 പേരെ പരിശോധിച്ചു എന്ന് വിചാരിക്കാം. ആ 100 പേരെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പരിശോധിച്ച 100 പേരുടെ ആ ഒരു 100 എന്ന് പറയുന്ന എണ്ണമാണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ 100 പേരെ പരിശോധിച്ചാൽ ആ പരിശോധിച്ച വ്യക്തികളുടെ എണ്ണം എത്രയാണ്? 100 ആണ് അല്ലെ? അതാണ് ഡിനോമിനേറ്ററിൽ വരിക. അതിൽ എത്ര പേർക്ക് ഈ രോഗം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി, അല്ലെങ്കിൽ എത്ര പേർക്ക് ഈ രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു, അവരുടെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ക്ലിയർ ആയോ? വേഗം ഒന്ന് നോക്കിയേ. പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് എന്ന് പറഞ്ഞാൽ രോഗവ്യാപനം. ഇവിടെ രോഗവ്യാപനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ രോഗങ്ങളും ഇവിടെ ഉൾപ്പെടും കേട്ടോ. അതായത് നമ്മുടെ പകർച്ചവ്യാധികൾ പോലെയുള്ള രോഗങ്ങൾ മാത്രമല്ല, ആ രോഗത്തിന്റെ വ്യാപന നിരക്ക് എന്നത് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ആളുകളെ ആ രോഗാവസ്ഥ അല്ലെങ്കിൽ ആ രോഗങ്ങൾ ബാധിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു മീനിങ് ആണ് കേട്ടോ ഇവിടെ വരുന്നത്. പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാല് ഒരു നിശ്ചിത കാലയളവില് ഒരു പോപ്പുലേഷനിലെ എത്ര ആളുകൾക്കാണ് ഒരു പ്രത്യേക രോഗമാവാം അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയാവാം അത് ബാധിച്ചിട്ടുള്ള വ്യക്തികളുടെ അനുപാതമാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ പ്രിവാലൻസ് മെഷർ ചെയ്യുന്നത് എന്താണ്? ആ ഒരു പോപ്പുലേഷനിലെ രോഗം എത്രത്തോളം ഉണ്ട്, എത്ര ആളുകൾക്ക് രോഗം വന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ മെഷർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇനി രോഗം വരാനുള്ള സാധ്യതയും നമുക്ക് ഇതിലൂടെ നിർണ്ണയിക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് പ്രിവാലന്റ് കേസസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ത് തന്നെയാണ്? ആ പോപ്പുലേഷനില് ആ ഡിസീസ് വന്നിട്ടുള്ള ആളുകളുടെ മൊത്തം എണ്ണം തന്നെയാണ് പ്രിവാലൻസ് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി എന്താണ് പ്രിവാലൻസ് കാണാനായിട്ടുള്ള റേറ്റ് കാണാനായിട്ടുള്ള ഫോർമുല ശരിക്കും എന്താണ്? ന്യൂമറേറ്ററിൽ എന്താ കൊടുക്കേണ്ടത്? നമ്പർ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസീസ് ഓർ കണ്ടീഷൻ ഇൻ എ പർട്ടിക്കുലർ ടൈം. ആ ഒരു നിശ്ചിത കാലയളവില് ആ ഒരു പോപ്പുലേഷനിൽ അല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുന്ന ആളുകളില് എത്ര പേർക്ക് ഈ രോഗം അല്ലെങ്കിൽ രോഗാവസ്ഥ വന്നിട്ടുണ്ട് അവരുടെ ആകെ എണ്ണമാണ് ന്യൂമറേറ്ററിൽ കൊടുക്കുക. ഡിനോമിനേറ്ററിൽ വരുമ്പോ എന്താ? ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എക്സാമിൻഡ്. എത്ര ഇൻഡിവിജ്വൽസ് ആണോ അവിടെ പരിശോധിച്ചത് ആ പരിശോധിച്ച ആളുകളുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ക്ലിയർ ആണോ? പ്രിവാലൻസ് ഓഫ് എ ഡിസീസിന്റെ ആദ്യ ഭാഗം ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തത്? ക്ലിയർ ആവാത്തത് കൊണ്ടാണോ അതോ എന്താണ്? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ
നെക്സ്റ്റ് നോക്കിയേ, പ്രിവാലൻസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യമാണ് കേട്ടോ അടുത്തത് പറയുന്നത്. ദ പ്രിവാലൻസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് എ ഡിസീസ്. ഇൻസിഡൻസ് നമുക്ക് അടുത്ത സെക്ഷൻ ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ് കേട്ടോ. അത് നേരെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പ്രിവാലൻസും ഇൻസിഡൻസും ഒക്കെ എന്താണ് ശരിക്കും ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഡിസീസുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മെഷർമെന്റുകൾ എടുക്കാൻ സഹായിക്കുന്ന ബേസിക് മെഷേഴ്സ് ആണ്, അളക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. പ്രിവാലൻസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് എ disease are among the most basic measures in epidemiology. Epidemiology എന്ന് പറഞ്ഞാൽ എന്താ? സാംക്രമിക രോഗശാസ്ത്രം. ആ ഒരു എപ്പിഡമിയോളജി അല്ലെങ്കിൽ ഈ സാംക്രമിക രോഗശാസ്ത്രത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മെഷർ ചെയ്യാൻ എന്തിനെ കുറിച്ചുള്ളതാ? ഈ പ്രിവാലൻസ് ആൻഡ് ഇൻസിഡൻസ് പോലെയുള്ള മെഷറുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ രോഗത്തെ കുറിച്ച് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ സാധിക്കും. And prevalence is a measure of load of disease in a population in a given location and at a particular time as represented in a count of the number of people affected. ഇവിടെ പ്രിവാലൻസിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു പോപ്പുലേഷന്റെ ലോഡ്, അതായത് എത്രത്തോളം പേർക്ക് ഈ രോഗം വന്നിട്ടുണ്ട് അത് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. അല്ലാതെ എന്നു മുതൽ രോഗം വന്നോ അല്ലെങ്കിൽ ഇനി എത്ര ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് അഫക്റ്റഡ് ആയിട്ടുണ്ടെന്നോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. ആ ഒരു പർട്ടിക്കുലർ ടൈമില് ആ പർട്ടിക്കുലർ ലൊക്കേഷനില് എത്ര ആളുകൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്, ആ നിലവിൽ അപ്പോൾ ഉള്ള ആളുകളുടെ കണക്ക് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അല്ലാതെ മുൻപുള്ളതോ പിൻപുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കില്ല. ആ ഒരു കൃത്യസമയത്തിനുള്ളിൽ ആ ലൊക്കേഷനിലുള്ള എത്ര പേർക്ക് ഈ രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് മാത്രം, അതിന്റെ ആകെ എണ്ണം മാത്രമാണ് നമ്മൾ ഇവിടെ എടുക്കുക. അതാണ് ഇവിടെ പറയുന്നത് ആസ് റെപ്രസെന്റഡ് ഇൻ എ കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ്. എത്ര പേർക്ക് ബാധിച്ചു? 100 പേരെ പരിശോധിച്ചാൽ അതിൽ ചിലപ്പോൾ 50 പേർക്ക് ഡയബറ്റിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർണ്ണയിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെന്ന് ഉറപ്പിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അവിടെ 50 പേരുടെ എണ്ണം മാത്രമാണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ മുൻപ് തന്നെ ചിലപ്പോൾ ചിലർക്ക് സ്റ്റാർട്ടിങ് ആയിരിക്കാം, ചിലർക്ക് എന്താണ് അതിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കേസുകളൊന്നും നമ്മൾ ഇവിടെ എടുക്കില്ല. അപ്പോ അത്ര പേർക്കും ഉണ്ട്. ആ ഒരു കണക്ക് മാത്രമേ നമ്മൾ ഈ പ്രിവാലൻസിൽ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ദ ഡിസീസ് ഹാസ് ദ ഹയസ്റ്റ് പ്രിവാലൻസ്. അതായത് ഏത് രോഗത്തിനാണ് ഏറ്റവും കൂടുതൽ രോഗവ്യാപനം ഉള്ളത്? രോഗവ്യാപനം എന്ന് വെച്ച് നേരത്തെ പറഞ്ഞു, രോഗവ്യാപനം എന്ന് പറയുമ്പോൾ ഒത്തിരി പേരെ ബാധിക്കുക എന്ന രീതിയിലാണ് കേട്ടോ, അല്ലാതെ പകർച്ചവ്യാധി എന്ന രീതിയിലുള്ള വ്യാപനമായിട്ട് നിങ്ങൾ എടുക്കരുത് കേട്ടോ. ഇവിടെ അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ, നമ്മുടെ പകർച്ചവ്യാധികളല്ലാത്ത രീതിയിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു രോഗമാണ് കാർഡിയോവാസ്കുലർ ഡിസീസ്, അല്ലെ? നമ്മുടെ ഹേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പോപ്പുലേഷനിലുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു രോഗം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പ്രിവാലൻസ് ഉള്ള രോഗം കൂടിയാണ് കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത്. കാർഡിയോവാസ്കുലർ ഡിസീസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് NCD എന്ന് പറയുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് കേട്ടോ. NCD നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അപ്പൊ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണങ്ങളിൽ അക്കൗണ്ട് ഫോർ മോസ്റ്റ് NCD ഡെത്തുകള്, ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് ഇതുവഴി ഏത് രോഗമാണ് മൂലമായിരിക്കും? കാർഡിയോവാസ്കുലർ ഡിസീസ് മൂലമാണ്. ഇനി തൊട്ടത് എത്രയാണോ 17.9 മില്യൺ പീപ്പിൾ ഇയർലി. ഓരോ വർഷവും 17.9 മില്യൺ പീപ്പിൾസ് ഈ ഒരു രോഗത്താല് മരണപ്പെടുന്നുണ്ട്. ദെൻ ഫോളോ ഔട്ട് ബൈ, ഈ അതിനുശേഷം വരുന്ന അതിന് തൊട്ട് താഴെ വരുന്നത് ഏതാണ്? നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് അല്ലെ, ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നത് അല്ലെ ആണല്ലോ, ക്യാൻസേഴ്സ് അല്ലെ. ഇപ്പൊ കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ് ഏറ്റവും കൂടുതൽ. അതിന് തൊട്ട് പിന്നാലെ എന്തുണ്ട്? ക്യാൻസർ ഉണ്ട്. 9.3 മില്യൺ ആളുകൾ ഒരു വർഷം മരണപ്പെടുന്നുണ്ട് ക്യാൻസർ മൂലം. ദെൻ അതിന് തൊട്ട് താഴെയാണ് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസുകൾ.
chronic respiratory diseases 4.1 million. And next അതിന് തീരെ വരുന്നതാണ് ഡയബറ്റിക്സ് അല്ലെ. ഡയബറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആണെന്ന് വിചാരിക്കും, പക്ഷെ അത് വലിയ രീതിയിലുള്ള മരണത്തിന് വരെയും കാരണമാവുന്ന രീതിയിലുള്ള ഒരു ഡിസീസ് ആണ്. ഡയബറ്റിക്സ് ആണ് അതിനുശേഷം വരുന്നത്. 2.2 million ഇൻക്ലൂഡിംഗ് കിഡ്നി ഡിസീസ് ദാറ്റ്സ് കോസ്ഡ് ബൈ ഡയബറ്റിക്സ്. അപ്പൊ നമുക്കറിയാം ഡയബറ്റിക്സ് വന്നവരാണ് കൂടുതലും കിഡ്നി പേഷ്യൻസ് ആയിട്ട് മാറുന്നത് അല്ലെ. അവര് കഴിക്കുന്ന മരുന്നും അവരുടെ ദിനചര്യയുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി കാര്യങ്ങളിലൂടെ അവരെന്താണ് കിഡ്നി ഡിസീസുകൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഡയബറ്റിക്സ് വന്ന് കിഡ്നി ഡിസീസുകളിലേക്ക് കടന്നു പോയിട്ടുള്ള ആളുകളുടെ മരണമാണ് കൂടുതലും ഇതിലൂടെ ഉണ്ടാവുന്നത്. ഈ പറയുന്നതെല്ലാം ഏറ്റവും കൂടുതൽ രോഗവ്യാപനത്തിലൂടെ മരണപ്പെട്ടിട്ടുള്ള കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ള രോഗാവസ്ഥകളാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ കാർഡിയോവാസ്കുലർ ഡിസീസ് ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? നീ അത് പറയണോ അത്? എന്താണ് ഫസ്റ്റ് പീരീഡ് തന്നെ എഴുതിട്ട് എന്താ ഒരു റിപ്ലൈ ചെയ്യാതിരിക്കുന്നത്? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. ഒരു ഡിസീസ് അല്ലെങ്കിൽ ഒരു പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്, അപ്പൊ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് പ്രിവാലൻസ് അല്ലെങ്കിൽ അതിന്റെ രോഗവ്യാപനം വർദ്ധിക്കുന്നത് എന്തിലൂടെ ആയിരിക്കും? The prevalence increases when new disease cases are detected. ആ രണ്ട് പോയിന്റ്സ് അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. Prevalence increases when new disease cases are detected. And prevalence decreases when a patient is either cured or died. എന്താണ് നോക്കിയേ, പ്രിവാലൻസ്, ആ രോഗവ്യാപനം അല്ലെങ്കിൽ ആ ഒരു പ്രിവാലൻസ് വർദ്ധിക്കുന്നത് എന്തിലൂടെയാവാം? അതിനൊരു എക്സാമ്പിൾ നിങ്ങൾ നോക്കേണ്ടത് കോവിഡിന്റെ കേസ് എടുക്കാമോ അല്ലെ? കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും. കോവിഡിന്റെ കേസ് എടുക്കാം. കോവിഡിന്റെ കേസിൽ അവിടുത്തെ രോഗവ്യാപനം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ? എങ്ങനെയാണ് രോഗം വ്യാപനം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അവിടെ രോഗവ്യാപനം വർദ്ധിക്കുക എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്തായിരിക്കും? കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയായിരിക്കാം? രോഗവ്യാപനം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അത് അർത്ഥമാക്കുന്നത് എന്താണ്? പേഷ്യൻസിന്റെ എണ്ണം കൂടി അല്ലെ? അത് തന്നെയാണ്. അതായത് പുതിയ ഡിസീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ രോഗങ്ങളുള്ള കേസുകളുടെ എണ്ണം വർദ്ധിച്ചു അല്ലെ? പുതിയ രോഗങ്ങൾ വന്നു. ഇപ്പൊ ഒരു കോവിഡ് വന്നാൽ ആ കോവിഡുമായി ബന്ധപ്പെട്ട് അത് ബാധിച്ച ആളുകളുടെ എണ്ണം എന്ത് ചെയ്തു? വർദ്ധിച്ചു അല്ലെ? അപ്പോഴല്ലേ പ്രിവാലൻസ് ഇൻക്രീസ്ഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നേ. ഇനി ഈ പ്രിവാലൻസ് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചേ, പ്രിവാലൻസ് റേറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതെന്തർത്ഥമാക്കും? കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താർത്ഥമാക്കുന്നേ? കൂടുമ്പോൾ നമ്മൾ പറഞ്ഞു പുതിയ പുതിയ കേസുകൾ വന്നു അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് ആ രോഗം വന്നു എന്ന് മനസ്സിലാക്കാം. പേഷ്യൻസിന്റെ രോഗം മാറി അല്ലെ? വെരി ഗുഡ്. പേഷ്യൻസിന്റെ രോഗം മാറി, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാം? മരണപ്പെടാം അല്ലെ? ഒന്നില്ലെങ്കിൽ അവർ മരിച്ചു പോവാം, ബാധിച്ച ആളുകൾ മരണപ്പെടാം, അല്ലെങ്കിൽ എന്താണ് അവർക്ക് രോഗം ഭേദമാവാം അല്ലെ? അപ്പൊ പ്രിവാലൻസ് റേറ്റ് കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് മറന്നു പോവില്ല. എന്താണ് പ്രിവാലൻസ് വർദ്ധിക്കാനുള്ള കാരണം? പുതിയ കേസുകൾ വരുന്നത് മൂലമാണ്. ഓക്കെ ആണല്ലോ? പുതിയ കേസുകൾ കണ്ടെത്തുമ്പോൾ അവിടെ പ്രിവാലൻസ് റേറ്റ് വർദ്ധിക്കുന്നു. ഇനി പ്രിവാലൻസ് റേറ്റ് കുറയണമെങ്കിൽ കുറയും എപ്പോഴാ? രോഗി സുഖം പ്രാപിക്കുമ്പോഴോ അല്ലെങ്കിൽ മരിക്കുമ്പോഴോ പ്രിവാലൻസ് റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? നീ അത് പറയണോ? ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് പ്രിവാലൻസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇതിൽ ഏതെങ്കിലും ഒക്കെ ടൈപ്സ് ചോദിക്കാറുണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് പ്രിവാലൻസ് 3 ടൈപ്പ് ഓഫ് പ്രിവാലൻസ് ആണുള്ളത്. ഒന്നാമത്തത് പോയിന്റ് പ്രിവാലൻസ്, രണ്ടാമത്തത് പീരിയഡ് പ്രിവാലൻസ്, മൂന്നാമത്തത് ലൈഫ് ടൈം പ്രിവാലൻസ്. അതിൽ ഒന്നാമത്തതാണ് പോയിന്റ് പ്രിവാലൻസ്. പോയിന്റ് പ്രിവാലൻസിൽ എന്തായിരിക്കും? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൻ ടൈം. എന്തായിരിക്കും? ഒരു പ്രത്യേക ടൈം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിന്
ലെ ഒരു ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങള് അല്ലെങ്കിൽ പുതിയ കേസുകളുടെ എണ്ണമാണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേക ടൈം ഉണ്ടാവും, സെർട്ടൻ ടൈം, ഒരു പ്രത്യേക സമയം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തില് ഒരു ഇവന്റ് എന്താണ്, എന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങള് അതുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണമാണ് ഇവിടെ പറയാം. അതായത് ഇപ്പൊ അവിടെ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇവന്റ് നടന്നു വിചാരിക്കുക, എന്തെങ്കിലും രോഗങ്ങള് പുതിയതായിട്ട് വരികയോ അല്ലെങ്കിൽ അതൊരു പർട്ടിക്കുലർ ടൈമിലാണ്. അപ്പൊ അതാണ് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ടൈപ്പ് തിരിച്ചിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ സെർട്ടൻ ടൈമില് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് ആ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങള് അല്ലെങ്കിൽ പുതിയ പുതിയ കേസുകൾ ഉണ്ടായാൽ അതിന്റെ നമ്പറാണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും പർട്ടിക്കുലർ രീതിയിലുള്ള രോഗങ്ങളോ കാര്യങ്ങളോ ആ ഒരു നിശ്ചിത സമയത്ത് ആ ഒരു ആരോഗ്യ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കേസസ് വന്നാല് അതാണ് പോയിന്റ് പ്രിവാലൻസ്. മനസ്സിലായോ? ആ സമയത്തിനനുസരിച്ചാണ് ഇവിടെ ടൈപ്പ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അടുത്തത് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ എന്താ? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു എ പീരിയഡ്. ഇവിടെ ഒരു പർട്ടിക്കുലർ പീരിയഡ് പറയുന്നുണ്ട്. എത്രയാ? ഓഫൺ 12 മന്ത്, 12 മാസം. ആ 12 മാസം എന്ന് പറയുന്ന ആ പീരിയഡിനുള്ളില് അവിടെ വരുന്ന ഹെൽത്ത് ഇവന്റ്സുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണമാണ് പോയിന്റ് പ്രിവാലൻസ്, പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയാം. പോയിന്റ് പ്രിവാലൻസ് എന്തായിരുന്നു? ഒരു സർട്ടൻ ടൈമിലാണ്, ഒരു നിശ്ചിത സമയത്ത് ഹെൽത്ത് ഇവന്റുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്പർ ഓഫ് കേസുകളുടെ എണ്ണം. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ രോഗം ആ സർട്ടൻ ടൈമിലാണ് വരുന്നത്, ആ ഒരു പർട്ടിക്കുലർ സർട്ടൻ ടൈമിൽ ഒരു നിശ്ചിത സമയത്ത് എത്രത്തോളം നമ്പർ ഓഫ് കേസസ് ആണോ വരുന്നത് അതാണ് പോയിന്റ് പ്രിവാലൻസ്. പീരിയഡ് പ്രിവാലൻസ് പറയുമ്പോൾ എത്ര സമയമാണ്? ഒരു പർട്ടിക്കുലർ നിശ്ചിത സമയമാണോ കൊടുത്തിരിക്കുക? അല്ല, ഒരു പീരിയഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു കാലയളവ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് ആ ഒരു കാലയളവിനെ പരാമർശിക്കുന്നത്? എത്ര കാലയളവാണ്? എത്ര സമയമാണ്, കാലയളവാണ് ഇവിടെ പരാമർശിക്കുന്നത്? 12 മന്ത്സ് ആണ് അല്ലെ, 12 മാസം. ആ 12 മാസത്തിനുള്ളിൽ അവിടെ വരുന്ന നമ്പർ ഓഫ് കേസുകളുടെ എണ്ണമാണ് പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ലാസ്റ്റ് വരുന്നത് ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് ഇൻ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം. അവരുടെ ജീവിത കാലയളവ് അല്ലെങ്കിൽ ജീവിത കാലഘട്ടത്തിൽ മൊത്തത്തില് അവിടെ അവർ എന്ത് ചെയ്യണം? അതില് മൊത്തത്തില് അവരെങ്കിൽ എന്താണ്, ഇപ്പൊ ഒരു ഡയബറ്റിക്സ് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി, അതെന്തൊക്കെ പറയാം? അതിനൊരു എക്സാമ്പിള്. അങ്ങനെ അവരുടെ ജീവിതകാലം മുഴുവൻ അവര് ട്രീറ്റ്മെന്റുകളോ കാര്യങ്ങളോ എടുക്കേണ്ടതായിട്ടുള്ള ചില കേസുകൾ ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറുണ്ട് അല്ലെ? ഇപ്പൊ ഡയബറ്റിക്സ്, നമ്മുടെ ബ്ലഡ് പ്രഷർ ഒക്കെ എങ്ങനെയാ? ട്രീറ്റ്മെന്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ ഉടനെ മാറും? ഇല്ല, അവരത് കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് കൊണ്ടുപോകാനേ പറ്റുള്ളൂ അല്ലെ? ആണല്ലോ. അപ്പൊ അവരുടെ ലൈഫ് ടൈം ആയിട്ട് അവർ കൊണ്ടു നടക്കേണ്ടതായിട്ടുള്ള കേസുകൾ ഉണ്ടാവും. അതാണ് ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ ഒരു സർട്ടൻ ടൈം ഉണ്ട്. ആ പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം കേട്ടോ. ഒരു സർട്ടൻ ടൈം എന്ന് പറഞ്ഞാല് അവിടെ ഏത് പ്രിവാലൻസ് വരാ? പോയിന്റ് പ്രിവാലൻസ് ആണ് വരിക. ആ ഒരു സർട്ടൻ ടൈം അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് കേസുകളുടെ എണ്ണമാണ് പോയിന്റ് പ്രിവാലൻസ്. ഓക്കെ ആണോ? ദെൻ പീരിയഡ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 12 മന്ത്സ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. 12 മാസം എന്ന് പറയുന്ന ആ ഒരു പീരിയഡ് അല്ലെങ്കിൽ ആ ഒരു കാലയളവില് എന്താണ് അവിടെ ഉണ്ടാവുന്ന നമ്പർ ഓഫ് കേസുകളുടെ എണ്ണമാണ് പീരിയഡ് പ്രിവാലൻസ്. ഇത്രയും രണ്ടും ക്ലിയർ അല്ലേ? ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ അറിയാം അല്ലെ, ഒരു മൊത്തം ജീവിത കാലഘട്ടത്തില് അവിടെ ഉണ്ടാവുന്ന അങ്ങനെയുള്ളത് മൊത്തം ജീവിത കാലഘട്ടത്തിലും അവര് ഫേസ് ചെയ്യുന്നതായിട്ട് വരുന്ന ചില നമ്പർ ഓഫ് കേസുകൾ ഉണ്ടാവും അല്ലെ, അതിന്റെ എണ്ണമാണ് ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത്. 3 ടൈപ്പും ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് മിസ്സിന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്താണ് ഇങ്ങനെ റിപ്ലൈ ചെയ്യാതിരിക്കുന്നേ? ഓക്കെ ആണല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ പ്രിവാലൻസ്, പോയിന്റ് പ്രിവാലൻസ് കാണാനുള്ള ഫോർമുലയാണ് കേട്ടാ. പ്രിവാലൻസ് കാണാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഇവിടെ പോയിന്റ് പ്രിവാലൻസ് കാണാനുള്ള ഫോർമുലയാണ് പറയുന്നത്.
the number of cases in a defined population at one point of time. അതായത് ഒരു നിശ്ചിത സമയം പറയുന്നത് അല്ലെ, വൺ പോയിന്റ് ഓഫ് ടൈം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി ഉറപ്പിക്കാം അത് ഏതാണ്, പ്രിവാലൻസ് ആണെന്ന് ഉറപ്പിക്കാം അല്ലെ. ആ ഒരു വൺ പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് നിർവചിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു പോപ്പുലേഷനിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള നമ്പർ ഓഫ് കേസുകളുടെ എണ്ണം divided by number of people in a defined population at the same point in time. ആ സെയിം സമയപരിധിക്കുള്ളില് ആ ഡിഫൈൻഡ് പോപ്പുലേഷൻ നമ്മൾ നിർവചിച്ചിട്ടുള്ളത്, നമ്മൾ തീരുമാനിച്ചിട്ടുള്ള ഏത് പോപ്പുലേഷൻ ആണോ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് ആ പോപ്പുലേഷന്റെ കേസാണ് എടുക്കുക അല്ലെ. ആ ഏത് പോപ്പുലേഷൻ ആണോ അവിടെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ആ പോപ്പുലേഷനിലെ ആകെ ആളുകളുടെ എണ്ണം, അതിൽ ആ സമയപരിധിക്കുള്ളിൽ എത്ര നമ്പർ ഓഫ് ന്യൂ കേസസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ എണ്ണമാണ് പോയിന്റ് പ്രിവാലൻസ്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം കേട്ടാ. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറഞ്ഞാല് ന്യൂമറേറ്ററിൽ എന്താ കൊടുക്കേണ്ടത്, എന്താ കൊടുക്കുക, ആ വൺ പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ആ ഒരു നിശ്ചിത സമയത്ത് നമ്മൾ ഏത് പോപ്പുലേഷനെയാണോ കൺസിഡർ ചെയ്യുന്നത് ആ പോപ്പുലേഷൻ, അതാണ് ഡിഫൈൻഡ് പോപ്പുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് പോപ്പുലേഷനെയാണോ നമ്മൾ കൺസിഡർ ചെയ്യുക ആ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ പോപ്പുലേഷനുള്ള നമ്പർ ഓഫ് കേസുകളുടെ എണ്ണം, അതാണ് ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത്. divided by denominator എന്താ കൊടുക്കുക, number of people in a defined population at the same point. ഇതേ നിശ്ചിത സമയത്ത് ഇതേ പോപ്പുലേഷനിലുള്ള ആളുകളുടെ ആകെ എണ്ണം. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ഫോർമുല ക്ലിയർ ആണോ? പോയിന്റ് പ്രിവാലൻസിന്റെ ഫോർമുല ഓക്കെ അല്ലേ? മുകളിൽ വരുമ്പോ ന്യൂ കേസസിന്റെ എണ്ണമാണ്, താഴെ വരുമ്പോ ആ പോപ്പുലേഷനുള്ള ആകെ ആളുകളുടെ എണ്ണമാണ്. അത്രയും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് യൂസസ് ഓഫ് പ്രിവാലൻസ്. പ്രിവാലൻസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസ് ഇൻ എ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിലെ ഹെൽത്ത് പ്രോബ്ലംസ് അല്ലെ, ആരോഗ്യ പ്രശ്നങ്ങള് അല്ലെങ്കിൽ രോഗത്തിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ വ്യാപ്തി മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. helps to calculate the magnitude of health problem or disease in a community. നമ്മുടെ സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് ഇതിലൂടെ ഈ പ്രിവാലൻസ് റേറ്റ് എടുത്താൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, കണ്ടെത്താൻ സഹായിക്കും. രണ്ടാമത്തത് ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ. നമ്മളിങ്ങനെ ഓരോ പോപ്പുലേഷനെ എടുത്ത് ഇങ്ങനെയുള്ള പഠനങ്ങള് അല്ലെങ്കിൽ റേറ്റുകൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള പോപ്പുലേഷൻ ഏതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റില്ലേ? ഏറ്റവും കൂടുതൽ ഏത് പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് അവരാണ് ശരിക്കും അപകട സാധ്യതയുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് അല്ലെ, ആണല്ലോ. ഏറ്റവും കൂടുതൽ രോഗസാധ്യത അല്ലെങ്കിൽ രോഗം ബാധിച്ചിട്ടുള്ള പോപ്പുലേഷൻ അല്ലേ, അവിടെയല്ലേ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള പോപ്പുലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നേ. അങ്ങനെയുള്ള പോപ്പുലേഷനുകളെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. മൂന്നാമത്തത് യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസ്. അതായത് ഇങ്ങനെയുള്ള അപകട സാധ്യതയുള്ള പോപ്പുലേഷനെ കണ്ടെത്തിയാൽ മാത്രം മതിയോ? പോരാ അല്ലെ, അവർക്ക് അതിൽ നിന്ന് റിക്കവർ ആവാനുള്ള സഹായങ്ങൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഭരണപരമായിട്ടും ആസൂത്രണപരമായിട്ടുമുള്ള എല്ലാ ഉദ്ദേശങ്ങൾക്കും വേണ്ടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നത് വഴി കിട്ടുന്ന 3 യൂസസ് അല്ലെങ്കിൽ 3 ഉപയോഗങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു രോഗത്തിന്റെ വ്യാപനം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് അതിന്റെ വ്യാപ്തിയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് പോപ്പുലേഷൻ, ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള പോപ്പുലേഷനെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. മൂന്നാമത്തത് യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസ്. ഇതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻസിന് കൃത്യമായ പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കാനായിട്ട് അതിനനുസരിച്ചുള്ള സഹായങ്ങൾ കൊടുക്കാനായിട്ട് ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയും ഇത് നമുക്ക് ഉപയോഗിക്കാം.
ക്ലിയർ ആണോ? യൂസസ് ഓഫ് പ്രിവാലൻസ് ഓക്കെ ആണോ? ആ ഒരു 3 പോയിന്റ് ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റേഷൻ ഓഫ് പ്രിവാലൻസ്. പ്രിവാലൻസിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികൾ എന്തൊക്കെയാണ്? But can be viewed as a slice through the proportion of population at point in time. അതായത് ഇവിടെ നമ്മൾ ഒരു നിശ്ചിത സമയപരിധിയിലാണ് എടുക്കുക അല്ലെ. മൊത്തത്തിൽ ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു 3 വർഷത്തേക്കോ 4 വർഷത്തേക്കുള്ള ഒരു കണക്കല്ലല്ലോ കൂടുതലും എടുക്കുക. നമ്മളൊരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടാവും അല്ലെ. ആ സമയപരിധിക്കുള്ളില് ആ പോപ്പുലേഷന്റെ ഒരു ഭാഗം ഒരു സ്ലൈസ് ആയിട്ടല്ലേ നമ്മൾ എടുക്കുന്നേ അല്ലെ. മൊത്തത്തിലാണോ നമ്മൾ എടുക്കുക? ഒരു സാമ്പിള് പോലെയാണ് നമ്മൾ എടുക്കുക അല്ലെ. ഒരു സാമ്പിള് അല്ലെങ്കിൽ ഒരു സ്ലൈസ് ഒരു ചെറിയ ഭാഗത്തെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ പ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ അനുപാതമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതൊരു പരിമിതിയാണ്. കാരണം എന്താ? ആ മൊത്തത്തിലുള്ള പോപ്പുലേഷനെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. മറിച്ച് എന്താ? ആ പോപ്പുലേഷന്റെ ഒരു ചെറിയ ഭാഗം ഒരു ചെറിയ സ്ലൈസ് ആയിട്ട് അല്ലെങ്കിൽ സാമ്പിൾ ആയിട്ട് എടുത്ത് ആ സാമ്പിളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ കൃത്യമായ സമയപരിധിയിൽ ആ സാമ്പിൾ എടുത്തിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ സാമ്പിളിനെ എത്ര പേർക്ക് ഇത് ബാധിച്ചു അല്ലെങ്കിൽ എത്ര പേർക്കാണ് രോഗം വന്നിരിക്കുന്നത് എന്ന കണക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു പരിമിതിയാണ്. കാരണം മൊത്തത്തിലുള്ള പോപ്പുലേഷനെ നമുക്ക് ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ക്ലിയർ ആയോ? രണ്ടാമത്തത് നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ്. ആ ഒരു രോഗത്തിന്റെ ദൈർഘ്യം നമ്മൾ ഇവിടെ പരിഗണിക്കുന്നില്ല. ഇപ്പൊ ഒരു ഡിസീസ് വന്നു, ഇപ്പൊ ഒരു ഡയബറ്റിക്സ് ഉള്ള പേഷ്യന്റ് ആണ് വിചാരിക്കുക. എത്ര നാള് മുൻപ് മുതലാണ് അവർക്ക് ആ ഡയബറ്റിക്സ് തുടങ്ങിയത് അല്ലെങ്കിൽ എത്ര നാളായിട്ട് അവരത് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് മുതലായ കാര്യങ്ങളൊന്നും നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. ആ ഒരു രോഗത്തിന്റെ ദൈർഘ്യം നമ്മളിവിടെ പരിഗണിക്കാറില്ല. പർട്ടിക്കുലർ ടൈം പീരീഡ് എത്ര പേർക്ക് ആ രോഗം ഉണ്ട് എന്ന് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതൊരു ലിമിറ്റേഷൻ ആണ്. മൂന്നാമത്തത് ഓൺലി ആൻസർ ഹു ഹാസ് ആൻഡ് ഹു ഡു ഹാവ് ആൻഡ് ഹൗ മെനി അറ്റ് പ്രസന്റ്. അതായത് നിലവില് അല്ലെങ്കിൽ ഇപ്പോൾ എത്ര പേർക്ക് ഈ രോഗം ഉണ്ട് എന്നതിനുള്ള ആൻസർ ആണ് കൊടുക്കുന്നത്. ഹൗ മെനി, എത്ര പേർക്ക് നിലവിലിപ്പോ ആ രോഗമുണ്ട്, അല്ലാതെ എത്ര നാളായിട്ട് അവർക്കുണ്ട് അല്ലെങ്കിൽ എത്ര കാലങ്ങളായിട്ട് അവരത് മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു കാര്യം നമ്മളിവിടെ കൺസിഡർ ചെയ്യില്ല. ഹു ഹാസ് ആൻഡ് ഹു ഡു ഹാവ്, എത്ര പേർക്ക് അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എത്ര പേർക്ക് അല്ലെങ്കിൽ ആർക്കുണ്ട് എത്ര പേർക്കുണ്ട് എന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? കൺസിഡർ ചെയ്യുന്നു. And not answer when and how likely the disease develop be not suit for etiological studies. എന്താണ് ഇവിടെ എന്തൊരു ആൻസർ കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്? when and how likely the disease develop, അതായത് എപ്പോൾ എങ്ങനെ ഈ രോഗം ഡെവലപ്പ് ചെയ്തു, അവരിൽ എപ്പോൾ എങ്ങനെ ഈ രോഗം ഡെവലപ്പ് ചെയ്തു. ഇനി ഡെവലപ്പ് ചെയ്ത് മറ്റുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് അത് വരാനുള്ള സാധ്യത എത്രത്തോളമാണ്, ഇനി അത് വരാനുള്ള ചാൻസ് ഉണ്ടോ മുതലായ കാര്യങ്ങളൊന്നും നമ്മളിവിടെ ആൻസർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എറ്റിയോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് എന്താണ്? എറ്റിയോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഒരു രോഗത്തിന്റെ ഒറിജിൻ ആൻഡ് കോസ് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡിയാണ് എന്താണ് എറ്റിയോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ ആ രോഗവുമായി ബന്ധപ്പെട്ട ആ രോഗത്തിന്റെ ഒറിജിനെ കുറിച്ചുള്ള കാര്യങ്ങളോ കാരണങ്ങളോ ഈ രോഗം വരാനുള്ള കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഇവിടെ റേറ്റ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? റേറ്റ് എടുക്കുമ്പോ പ്രിവാലൻസ് റേറ്റ് എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റഡിക്ക് ഇത് അനുയോജ്യമാണോ? അല്ല അല്ലെ. കാരണങ്ങളോ അതിന്റെ ഒറിജിനോ കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റഡിക്ക് നമുക്ക് ഇത് എടുക്കാനും പറ്റില്ല. ഒരു പ്രിവാലൻസിന്റെ ലിമിറ്റേഷൻ യൂസും ഉണ്ട്, അതിന്റെ ലിമിറ്റേഷൻസും ഉണ്ട്. ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്താ പറയുന്നത്? നമ്മളൊരു പോപ്പുലേഷനെ മൊത്തത്തിലല്ല കൺസിഡർ ചെയ്യുന്നത്. ഒരു പോപ്പുലേഷന്റെ ചെറിയൊരു ഭാഗം എടുത്ത് ആ പോപ്പുലേഷൻ ആ ഭാഗത്തില് എത്ര പേർക്ക് ഈ രോഗാവസ്ഥ ഉണ്ട് അല്ലെങ്കിൽ രോഗമുണ്ട് എന്ന് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതൊന്നാമത്തെ ലിമിറ്റേഷൻ. രണ്ടാമത് പറഞ്ഞത് ആ ഒരു രോഗത്തിന്റെ എത്ര നാളാ രോഗം ഇവരിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു ദൈർഘ്യം നമ്മളിവിടെ പരിഗണിക്കുന്നില്ല. മൂന്നാമത്തത് എന്തിനുള്ള ആൻസർ മാത്രമാണ് കൊടുക്കുന്നത്? നിലവിലെ ഇപ്പോൾ എത്ര പേർക്ക് അല്ലെങ്കിൽ
ആർക്കൊക്കെയാണ് ആ രോഗമുള്ളത് എന്ന് മാത്രമാണ് നമ്മൾ അവിടെ പരിഗണിക്കുന്നത്. നാലാമത്തത് എന്തിനുള്ള ആൻസർ കൊടുക്കുന്നില്ല, എപ്പോൾ എങ്ങനെ അല്ലെങ്കിൽ എന്ത് രോഗ കാരണത്താലാണ് എന്തൊക്കെ കാരണങ്ങളാലാണ് ഈ രോഗം ഇവർക്ക് വന്നത് എന്നതിനുള്ള ആൻസറോ കാര്യങ്ങളോ പ്രിവാലൻസ് റേറ്റ് എടുക്കുന്നത് വഴി നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇത് എറ്റിയോളജിക്കൽ സ്റ്റഡീസിന് ഒരിക്കലും അനുയോജ്യമായിട്ടുള്ള ഒരു മെഷർ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ലിമിറ്റേഷൻ ഓഫ് പ്രിവാലൻസ് ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ പ്രിവാലൻസിന്റെ ലാസ്റ്റ് ഭാഗമാണ് ട്ടാ. ഇത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഈ ബോക്സ് ഒന്ന് ഇമ്പോർട്ടന്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ഇൻക്രീസ്ഡ് ബൈ ആണ് കേട്ടോ. സെക്കൻഡ് ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബൈ. അതായത് പ്രിവാലൻസ് ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ പ്രിവാലൻസിലെ ചില ഘടകങ്ങൾ വരുമ്പോൾ പ്രിവാലൻസ് കൂടും, വർദ്ധിക്കാം, പ്രിവാലൻസ് കുറയാം, അല്ലെ? കുറയാം, വർദ്ധിക്കാം. അപ്പൊ രണ്ടും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് പ്രിവാലൻസ് വർദ്ധിക്കുന്നത്, എന്തൊക്കെ ഫാക്ടേഴ്സ് വരുമ്പോഴാണ് പ്രിവാലൻസ് കുറയുന്നത്, അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ആദ്യം ഇൻക്രീസ്ഡ് ബൈ പറയാം, അതിനുശേഷം നമുക്ക് ഡിക്രീസ്ഡ് ബൈ പറയാം കേട്ടോ. എന്നാലാണ് കുറച്ചും കൂടി എളുപ്പമാകും തോന്നുന്നു. അപ്പൊ ഇൻക്രീസ്ഡ് ബൈയില് ഒന്നാമത്തത് ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ് എന്ന് വെച്ചാൽ എന്താ, ആ ഒരു രോഗവുമായി ബന്ധപ്പെട്ട ദൈർഘ്യം കൂടുതൽ ആണെങ്കിൽ എന്നാൽ എന്തായിരിക്കും? അതായത് നമുക്കൊക്കെ ഫീവർ വരാറുണ്ട് അല്ലെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറയുന്നത്. നമുക്കൊക്കെ ഫീവർ വരാറില്ലേ? വരാറുണ്ടോ? നിങ്ങൾക്ക് വരാറുണ്ടോ? വരാറുണ്ട്. ഇവിടെ പറയുന്നത് ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദി ഡിസീസ് എന്നാണ്. അതായത് ദൈർഘ്യം കൂടുതലാണെങ്കിൽ. അപ്പൊ നമുക്കൊരു ഫീവർ വന്നു, അതൊരു 2 ആഴ്ച നീണ്ടു നിൽക്കുകയാണെന്ന് വിചാരിക്കും, മാറുന്നില്ല. 2 ആഴ്ച നമുക്ക് ആ ഒരു ഫീവർ നീണ്ടു നിൽക്കുകയാണ്. അങ്ങനെ നീണ്ടു നിന്നാൽ നമ്മുടെ ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ആ രോഗം വരാനുള്ള സാധ്യത എങ്ങനെയാണ്? കൂടുവോ കുറയുവോ? കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ കൂടുതലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രിവാലൻസ് റേറ്റ് ഇതുമൂലം വർദ്ധിക്കുമോ കുറയുമോ? ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. കൂടും അല്ലെ. കാരണം എന്താ, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ഡിസീസ് ആണെന്നാ പറയുന്നത്. അപ്പൊ ആ രോഗം പെട്ടെന്ന് മാറാതെ വരുമ്പോ എത്ര ദിവസം നമുക്ക് ആ രോഗം നിലനിൽക്കുന്നുണ്ടോ അത്രയും ദിവസം മറ്റുള്ളവർക്ക് അത് പകരാനുള്ള ചാൻസ് കൂടിയാണ് അല്ലെ. അപ്പൊ കൂടുതൽ ആളുകൾക്ക് അത്രയും ദിവസത്തിനുള്ളിൽ അത് പകർന്നു കൊടുക്കാനും അതിലൂടെ രോഗവ്യാപനം കൂടുകയും ചെയ്യും. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? അടുത്ത പോയിന്റ് പറയട്ടെ. നെക്സ്റ്റ് വൺ ആണ് പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യൻസ് വിത്തൗട്ട് ക്യൂർ. അതായത് നമ്മുടെ ചികിത്സ കൂടാതെ രോഗികളുടെ ആയുസ് നീട്ടുക. അതായത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ട്രീറ്റ്മെന്റ് ഒന്നും പോവാതെ ഫീവർ തന്നെ നിങ്ങൾ എടുത്തു നോക്കി, നമ്മൾ എന്തെങ്കിലും നിസ്സാര ചെറിയ അസുഖങ്ങളാണെങ്കിൽ നമ്മൾ നമ്മുടേതായ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്വന്തമായിട്ട് ഡോക്ടറെ അടുത്തും ട്രീറ്റ്മെന്റിന് പോവാതെ കുറച്ച് ദിവസമൊക്കെ നിൽക്കാറുണ്ടോ? നമ്മുടെ കയ്യിലുള്ള പൊടിക്കൈകളൊക്കെ വെച്ചിട്ട് നിൽക്കാറുണ്ട്. പിന്നെ തീരെ മാറാതെ വരുമ്പോഴല്ലേ നമ്മുടെ ഡോക്ടറെ അടുത്ത് പോവാ അല്ലെ. അപ്പൊ ആ സമയത്തിനുള്ളിലും ഈ പറയുന്ന ആളുകൾ, മറ്റുള്ള നമ്മുടെ കൂടെയുള്ള ഫാമിലി മെമ്പേഴ്സിനോ നമ്മളോട് ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ രോഗം നമ്മളിൽ നിന്ന് പകരാനുള്ള ചാൻസ് ഇല്ലേ? ഉണ്ടോ? ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എത്ര വേഗം നമ്മളത് കാണിക്കുന്നോ അത്രയും കുറയ്ക്കാനാണ് സഹായിക്കുക. അപ്പൊ എത്ര ദിവസമാണ് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അത്രയും ദിവസം നമുക്ക് മറ്റുള്ളവർക്ക് ഈ രോഗം കൊടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അതിലൂടെയും പ്രിവാലൻസ് വർദ്ധിക്കുന്നുണ്ട്. 2 പോയിന്റ്സ് ക്ലിയർ ആയോ? ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദി ഡിസീസ് പറഞ്ഞു, പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യൻസ് വിത്തൗട്ട് ക്യൂർ. രണ്ടും ക്ലിയർ ആണോ? ഓക്കെ ആണോ? നിങ്ങൾ എല്ലാം കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ചോദിക്കുന്നത്. ഓക്കെ അല്ലെ? അടുത്തതിലേക്ക് പോവാം. ഇൻക്രീസ്ഡ് ആൻഡ് ന്യൂ കേസസ്, അതായത് ഇൻക്രീസ്ഡ് ഇൻസിഡൻസ്. ഇനി എന്താ പറയുന്നത്? പുതിയ കേസുകൾ വർദ്ധിക്കുന്നത് മൂലം അല്ലെ. ഇപ്പൊ കോവിഡ് വന്നു കഴിഞ്ഞാൽ കോവിഡിന്റെ കേസ് എടുത്ത് നോക്കിയേ. കോവിഡിന് പുതിയ ആളുകള് ഇപ്പൊ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും? പ്രിവാലൻസ് വർദ്ധിക്കുകയല്ലേ ചെയ്യാം അല്ലെ. കോവിഡിന്റെ കേസ് എടുത്ത് നോക്കിയാൽ പുതിയ ആളുകൾ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രിവാലൻസ് എന്തായാലും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ്. ഇതിലും നിങ്ങൾ ആ കോവിഡിന്റെ എക്സാമ്പിൾ എടുത്താലും കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. ഇൻമൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻമൈഗ്രേഷൻ
ഇൻ മൈഗ്രേഷനും ഔട്ട് മൈഗ്രേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇങ്ങോട്ട് കുടിയേറുക അല്ലെ, മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കുടിയേറുകയല്ലേ ചെയ്യുന്നത്. ഇൻ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ അതായത് പുറത്തെ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകള് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് എങ്ങനെയായിരുന്നു കോവിഡ് വന്നേ? എങ്ങനെയാ വന്നേ? പുറത്തു നിന്ന് ആളുകൾ വന്നപ്പോഴല്ലേ നമ്മൾ കൂടുതലും കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യാപിച്ചത് ആണ്. അപ്പൊ ഇവിടെ ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ് എങ്ങനെയുള്ള ആളുകൾ വന്നപ്പോഴാണ്? എങ്ങനെയുള്ള ആളുകൾ വന്നപ്പോഴാ? രോഗമുള്ള ആളുകൾ വന്നപ്പോ അല്ലെ, രോഗമുള്ള ആളുകൾ വന്നപ്പോഴാണ് അല്ലെ. ഇപ്പൊ പുറത്തു നിന്ന് രോഗമുള്ള ആളുകള് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ സ്വാഭാവികമായിട്ടും പ്രിവാലൻസ് റേറ്റ് എന്താവും? കൂടില്ലേ? രോഗവ്യാപനം വർദ്ധിക്കില്ലേ? ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഇൻമൈഗ്രേഷൻ എന്താന്ന് മനസ്സിലായല്ലോ? നമ്മുടെ നാട്ടിലേക്ക് പുറത്തു നിന്നുള്ള രോഗമുള്ള ആളുകളുടെ മൈഗ്രേഷനിൽ കുടിയേറ്റം. അപ്പൊ അങ്ങനെ വരുമ്പോഴും രോഗവ്യാപനം വർദ്ധിക്കുന്നുണ്ട്. ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി എന്താണ്? നമ്മുടെ ആരോഗ്യമുള്ള ആളുകള് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. മനസ്സിലായോ? അപ്പൊ ആരോഗ്യമുള്ള ആളുകള്, ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു രോഗത്തെയും പ്രതിരോധിക്കാൻ സാധിക്കും അല്ലെ. അതേസമയം ആരോഗ്യമുള്ള ആളുകള് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇവിടെയുള്ള ആളുകൾ, ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഇല്ല അല്ലെ. ഹെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോവാണ്. അപ്പോഴും രോഗവ്യാപനം വർദ്ധിക്കില്ലേ? വർദ്ധിക്കുമോ? കാരണം എന്താ? ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ രോഗത്തെ ചെറുത്ത് നിൽക്കാനായിട്ട് അവർക്ക് അതിനുള്ള ഹെൽത്ത് ഉണ്ട്, ആരോഗ്യമുണ്ട്. അതേസമയം അവരൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് പോയി നമ്മുടെ നാട്ടിൽ അത്രയും ഹെൽത്തി അല്ലാത്ത ആളുകളാവുമ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അതാണ് ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ എന്ന് വെച്ചാൽ എന്താ? രോഗസാധ്യതയുള്ള ആളുകളുടെ കുടിയേറ്റം. കാരണം ഇതിപ്പോ കോവിഡ് വന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് കുറെ പേര് ഐസൊലേഷൻ റൂമുകളിലൊക്കെ ആക്കി നിർത്തിയില്ലേ? നിർത്തിയോ? നമ്മുടെ ഫാമിലിയിൽ തന്നെ കുറച്ച് പേരെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഐസൊലേറ്റഡ് റൂമിലാക്കി അല്ലെങ്കിൽ കോവിഡ് വന്നു കഴിഞ്ഞപ്പോ ക്വാറന്റൈനിലാക്കിയില്ലേ? ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്തുകൊണ്ടാണ്? അവർക്ക് രോഗം വരാനായിട്ടുള്ള സസെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ രോഗസാധ്യതയാണ് കേട്ടോ. അപ്പൊ രോഗസാധ്യതയുണ്ട്, അവർക്ക് രോഗം വരാനായിട്ട് ഒരുപാട് ചാൻസ് കൂടുതലാണ്. കാരണം എന്താ? രോഗമുള്ളവരുമായിട്ട് ഇവർ നേരിട്ടോ അല്ലാതെയോ സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് രോഗസാധ്യതയുള്ള ആളുകളുടെ കുടിയേറ്റം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിനെ അതുവഴി രോഗവ്യാപനവും കൂടാൻ സാധ്യതയുണ്ട് അല്ലെ. ഈ വരുന്ന ആളുകൾക്ക് രോഗസാധ്യതയുണ്ട്, എന്നാൽ പോലും ചിലപ്പോൾ ഇവിടെ വരുമ്പോഴായിരിക്കും അവർ പോസിറ്റീവ് ആവുന്നത് അല്ലെ, അല്ലെങ്കിൽ രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പൊ അവരിലൂടെയും നമുക്ക് രോഗവ്യാപനം
കൂടും. Then ലാസ്റ്റ് പറയുന്നത് ഇംപ്രൂവ്ഡ് ഡയഗ്നോസിസ് ഫെസിലിറ്റീസ്, ദാറ്റ് ഇസ് ബെറ്റർ റിപ്പോർട്ടിംഗ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കോവിഡ് വന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നു ആദ്യം നമുക്ക് ഒത്തിരി പലതരത്തില് നമുക്ക് രോഗനിർണയം നടത്താനുള്ള പല മെത്തേഡുകൾ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നോ? രോഗനിർണയം പണ്ട് കാലത്തെ പോലെയാണോ ഇപ്പൊ ഒരു ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ രോഗനിർണയ മെത്തേഡുകൾ എന്ന് പറയുന്നത്? അല്ല, ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പൊ കോവിഡ് ആയ സമയത്ത് നമുക്ക് വീട്ടിലിരുന്ന് വരെയും നമുക്ക് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കാൻ രീതിയിലുള്ള കിറ്റുകൾ വരെയും ലഭ്യമായിരുന്നു അല്ലെ? ആണോ? അപ്പൊ അങ്ങനെയുള്ള രോഗനിർണയ ഫെസിലിറ്റികൾ, സംവിധാനങ്ങള് മെച്ചപ്പെട്ടപ്പോൾ പുതിയ പുതിയ കേസുകള് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളില്ലെങ്കിൽ ചിലപ്പോ പലർക്കും രോഗമുണ്ടായേക്കാം, പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യാറുണ്ടാവില്ല. മനസ്സിലായോ? അതേസമയം നല്ല രീതിയിലുള്ള ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റികൾ വന്നതോടുകൂടി ചെറിയതായിട്ടുള്ള രോഗം വന്നാൽ പോലും അതവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അവിടെയും അതിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിവാലൻസ് അല്ലെങ്കിൽ രോഗവ്യാപനം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വേഗം ഒന്ന് നിങ്ങൾ ആ പ്രിവാലൻസ് വർദ്ധിക്കുന്നതിന്റെ ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഇതിന് ശേഷം നമുക്ക് ഡിക്രീസ്ഡ് ബൈ പറയാം. ഓക്കെ ആണോ? ഇൻക്രീസ്ഡ് ബൈ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഡിക്രീസ്ഡ് ബൈ നോക്കാട്ടോ നമുക്ക്. ഡിക്രീസ്ഡ് ബൈയിൽ എന്താ പറയുന്നത്? ഇവിടെ പ്രിവാലൻസ് റേറ്റ് കുറയാണ്. ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദി ഡിസീസ് അല്ലെ. പ്രിവാലൻസ് രോഗവ്യാപനം കേട്ടോ. നോക്കിയേ, ഡിക്രീസ്ഡ് ബൈ ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദി ഡിസീസ്. ആ ഒരു രോഗത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് കുറയുമ്പോൾ, നമ്മൾ ഇപ്പോഴത്തെ എന്താ പറഞ്ഞേ, രോഗദൈർഘ്യം കൂടുമ്പോൾ ഒത്തിരി ദിവസം ആ രോഗം നിലനിൽക്കുകയാണെങ്കിൽ അവിടെ പ്രിവാലൻസ് വർദ്ധിക്കുന്നു അല്ലെ. അതേസമയം രോഗത്തിന്റെ ആ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ ദൈർഘ്യം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രിവാലൻസ് അല്ലെങ്കിൽ രോഗവ്യാപനം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, കുറച്ച് ദിവസം ചിലപ്പോൾ 1-2 ദിവസം മാത്രമേ നമുക്ക് ആ ഒരു ഡിസീസ് നിലനിൽക്കുന്നുള്ളൂ എങ്കിൽ അത്രയും സമയമല്ലേ അവിടെ പകർന്നു കൊടുക്കാനായിട്ടുള്ള കിട്ടുന്നുള്ളൂ അല്ലെ. സമയം കുറവേ കിട്ടുന്നുള്ളൂ. അപ്പൊ മറ്റുള്ളവർക്ക് അത് സ്പ്രെഡ് ആവുന്നതിനെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും അല്ലെ. അതാണ് ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദി ഡിസീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് ഹൈ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഫ്രം ഡിസീസ്. അതായത് രോഗവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന മരണനിരക്ക്. മനസ്സിലായോ? രോഗത്തിൽ നിന്നുള്ള ഉയർന്ന മരണനിരക്കാണ് ഹൈ കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഫ്രം ഡിസീസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രിവാലൻസ് കുറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അവര് ക്യൂർ ആവണം, അല്ലെങ്കിൽ അവർ മരണപ്പെടുമ്പോൾ പ്രിവാലൻസ് റേറ്റ് കുറയാറുണ്ട് അല്ലെ. ഇവിടെയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു രോഗവുമായി ബന്ധപ്പെട്ട ഉയർന്ന മരണനിരക്ക് വരുമ്പോൾ ആളുകൾ മരിച്ചു പോവാണ്, ആ രോഗം ബാധിച്ച ആളുകൾ മരണപ്പെടുകയാണ്. അപ്പൊ അവിടെ എന്താണ്, പ്രിവാലൻസ് റേറ്റ് സ്വാഭാവികമായിട്ടും കുറയും. കാരണം എന്താ, ആ മരിച്ച ആളുകളിൽ നിന്ന് ഇനി ആർക്കും പകർന്നു കൊടുക്കാൻ പറ്റില്ല അല്ലെ, രോഗം വ്യാപിക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ മരണനിരക്ക് ഉയർന്നാൽ അതിനനുസരിച്ച് പ്രിവാലൻസ് റേറ്റ് കുറയും. ദെൻ മൂന്നാമത്തത് ഡിക്രീസ് ഇൻ ന്യൂ കേസസ്. പുതിയ കേസുകളുടെ എണ്ണം
കുറയുന്നത് പ്രിവാലൻസ് റേറ്റ് അല്ലെങ്കിൽ രോഗവ്യാപനം കുറയുന്നുണ്ട്. ദെൻ ഇൻമൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, നേരത്തെ നമ്മൾ എന്താ പറയുക, ഇൻമൈഗ്രേഷൻ ഓഫ് കേസസ് എന്നാ പറഞ്ഞത്. ഇവിടെ ഇൻമൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, അതായത് ആരോഗ്യമുള്ള ആളുകള് ഇങ്ങോട്ട് കുടിയേറുന്നു അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു. ആരോഗ്യമുള്ള ആളുകളാണ് വരുന്നത്, അല്ലാതെ രോഗമുള്ളവരല്ല. ആരോഗ്യമുള്ള ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗപ്രതിരോധ ശക്തി അവർക്ക് കൂടുതലായിരിക്കും. അപ്പൊ അവിടെ രോഗവ്യാപന നിരക്ക് കുറയും. പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ദെൻ ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്, അതുപോലെ നമ്മുടെ നാട്ടില് രോഗമുള്ള ആളുകള് പുറത്തേക്ക് പോകുന്നു. രോഗമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നിൽക്കുകയല്ല ചെയ്യുന്നത്, അവരെന്ത് ചെയ്യുന്നു, ട്രീറ്റ്മെന്റുകൾക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോവുകയാണ്. ഔട്ട് മൈഗ്രേഷൻ ആണ്, ഒരു പുറത്തേക്ക് കുടിയേറ്റം ചെയ്യുന്നു. അപ്പോഴും നമ്മുടെ ഇവിടെ രോഗവ്യാപനം കുറയും. നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ, അവർക്ക് ഇൻക്രീസ് ചെയ്യില്ല, നേരെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ വരുന്നത്. ദെൻ ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് ഓഫ് കേസസ്. ഇനി എന്താ, രോഗങ്ങൾ, അതായത് രോഗവുമായി ബന്ധപ്പെട്ട രോഗശമന നിരക്ക് എത്രത്തോളമാണ് എന്നതിനനുസരിച്ച് ഇംപ്രൂവ്ഡ് ആണ്, മെച്ചപ്പെട്ട രോഗ വ്യാപനം അല്ലെങ്കിൽ ക്യൂർ തന്നെയാണ്, രോഗശമന നിരക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒത്തിരി പേർക്ക് ഒരു രോഗം വന്നു, കോവിഡ് വന്നു, ഒത്തിരി പേര് അതിൽ നിന്ന് മുക്തരായിട്ടുണ്ട് അല്ലെ, രോഗശമനം നേടി പോന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രോഗശമനം നേടിയ കേസുകളുടെ എണ്ണം അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിൽ അങ്ങനെ ക്യൂർ ആയിട്ടുള്ള കേസുകളുടെ എണ്ണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും രോഗം അല്ലെങ്കിൽ ആ രോഗവ്യാപനം ബാലൻസ് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പൊ ഡിക്രീസ്ഡ് ബൈ എന്തൊക്കെയാ പറഞ്ഞത്, ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. അതായത് ആ രോഗം വന്ന് നമുക്ക് അധികം ദിവസമൊന്നും ആ രോഗം ബാധിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ അത് മാറിപ്പോവാണെങ്കിൽ അവിടെ രോഗവ്യാപനം കുറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ഏതെങ്കിലും പർട്ടിക്കുലർ ഡിസീസുമായി ബന്ധപ്പെട്ട് ഒരു ഉയർന്ന മരണനിരക്ക് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ, മരണം സംഭവിക്കുകയാണെങ്കിലും രോഗവ്യാപനം കുറയുന്നു. മൂന്നാമത്തത്, പുതിയ കേസുകളുടെ എണ്ണം കുറയുന്നത് വഴിയാവാം. നാലാമത്തത്, ഹെൽത്തി ആയിട്ടുള്ള ആളുകള് ഇങ്ങോട്ട് കുടിയേറുന്നത് മൂലമാവാം. ആൻഡ് കേസസ്, അതായത് രോഗം ബാധിച്ച ആളുകള് പുറത്തേക്ക് പോകുന്നത് മൂലമാവാം. അല്ലെങ്കിൽ ഈ പറയുന്ന രോഗം ബാധിച്ച ആളുകൾക്ക് അവരുടെ രോഗം ശമിക്കുന്ന അല്ലെങ്കിൽ രോഗം സുഖം പ്രാപിക്കുകയോ അല്ലെങ്കിൽ രോഗശമനം കിട്ടുകയോ ചെയ്യുമ്പോഴും ഈ പറയുന്ന പ്രിവാലൻസ് അല്ലെങ്കിൽ രോഗവ്യാപന നിരക്ക് കുറയുന്നു. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഡിക്രീസ്ഡ് ബൈ ഓക്കെ ആണോ? പ്രിവാലൻസ് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ എന്നൊന്ന് പറഞ്ഞേ മിസ്, എടുത്ത ഭാഗങ്ങള്. എന്താണ് പ്രിവാലൻസ്? അതിന്റെ ടൈപ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രിവാലൻസ് എന്താന്ന് നോക്കാം, ടൈപ്സ് നോക്കാം, ആ ഒരു പോയിന്റ് പ്രിവാലൻസിന്റെ ഫോർമുല നോക്കണം, യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ്, അതിൽ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതെന്ന് ചോദിക്കാം കേട്ടോ. ദെൻ ഇൻക്രീസ്ഡ് ബൈ പ്രിവാലൻസിന്റെ ഫാക്ടേഴ്സ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് പ്രിവാലൻസിനെ അഫക്ട് ചെയ്യുന്നത്, പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ്, ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതാണ്, ആ കോളം പഠിച്ചു വെക്കണം കേട്ടോ. ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും അതൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് കാണാറുണ്ട്. ഫോർമുല നോക്കണം കേട്ടോ, ഫോർമുല നോക്കണം. ഈ ചാപ്റ്ററിലെ എല്ലാ ഫോർമുലാസും നോക്കണം കേട്ടോ.
ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ജസ്റ്റ് ഫോർമുല ഏതാണ്, പോയിന്റ് പ്രിവാലൻസിന്റെ ഫോർമുല ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ ഇന്നത്തെ ഭാഗങ്ങള്? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഇൻസിഡൻസ് തുടങ്ങാം കേട്ടോ. നെക്സ്റ്റ് ഭാഗം തുടങ്ങാം കേട്ടോ. ഓക്കെ, താങ്ക് യു.